السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇന്ന് അഖീദയുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫു ശുബുഹാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ് വായിക്കാൻ ആരംഭിക്കുന്നത്. ഇതേ പുസ്തകം അറബി പഠിക്കാൻ താൽപര്യമുള്ള ആളുകൾക്ക് വേണ്ടി കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഇതിൽ പറഞ്ഞത് മാത്രം ഓരോ പദങ്ങളും വാചകങ്ങളും വായിച്ച് അർത്ഥം പറഞ്ഞ് ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിലോ അവിടൊക്കെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ, അത് അറബി കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോ ഇത് വായിക്കുന്നത് അറബി പദാനുപദം വായിച്ചുകൊണ്ട് വായിക്കല്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം. ആദ്യത്തെ ക്ലാസ് ഇന്നിവിടെ വിഷയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്. സലഫി ഉലമാക്കളുടെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള 2 വാള്യത്തിലുള്ള പുസ്തകമാണ്. അതിന്റെ 1-ാം വാള്യാണ്. ഇതിൽ ഇത്രയും പേജുകൾ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ പുസ്തകങ്ങളാണ്. ഈ കാണുന്ന ഏതാനും പേജ് മാത്രമേ, ഇതിന്റെ അവസാനത്തെ കുറെ പേജ് 4-5 പേജ് ഒഴിവാണ്. ഇത്രയും പേജ് മാത്രമാണ് ഈ കശ്ഫു ശുബഹാത്ത് എന്ന് പറയുന്ന പുസ്തകം. സൗദി അറേബ്യയിൽ ഹിജ്റ 1115 ജനിച്ച് 206 മരണപ്പെട്ട, ഏകദേശം 90-91 വർഷം ഹിജ്റ വർഷമനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ ശിർക്ക് വിദഅത്തിന്റെ ആളുകൾ വഹാബികൾ എന്ന് തൗഹീദുള്ള ആളുകളെ പരിഹസിച്ച് വിളിക്കാറുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പേര് വഹാബ് എന്നല്ല, മുഹമ്മദ് എന്നാണ്. അപ്പൊ മുഹമ്മദീയർ എന്നാ വിളിക്കേണ്ടി. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, പാപ്പന്റെ പേരാണ് അബ്ദുൽ വഹാബ്. വഹാബ് എന്നുള്ളത് അള്ളാന്റെ പേരുമാണ്. അപ്പൊ വഹാബി എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിന്റെ ആളുകൾ എന്നാണ്. അവര് നമ്മളെ പരിഹസിക്കാൻ വിളിക്കുന്നതാണെങ്കിലും അള്ളാഹുവിന്റെ ആളുകൾ. ഉടനെ അവരെ വിളിയെ നമ്മൾ വെറുക്കേണ്ടതില്ല. ഒരു പേരില്ലാത്തവർ വിളിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ തന്നെ വല്ലിപ്പ സുലൈമാൻ എന്ന് പറയുന്ന ആളുമൊക്കെ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനെ ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ച് വളർന്നു. പിതാവിൽ നിന്നും അതേപോലെ നാട്ടിലുള്ള മറ്റ് ഷെയ്ഖുമാരിൽ നിന്നും പിന്നെ നജിദിലെയും അതേപോലെ മക്കയിലുമുള്ള ഷെയ്ഖുമാരിൽ നിന്നൊക്കെ പഠിച്ചു. അതിനുശേഷം മദീന ഹറമിലുള്ള ഷെയ്ഖുമാരുടെ അടുക്കൽ നിന്ന് ഇൽമെടുത്തു. അങ്ങനെ പലരിൽ നിന്നായി വിവിധ വിഷയങ്ങൾ പഠിക്കുകയും വളരെ ചെറുപ്പത്തിൽ 10 വയസ്സിനുള്ളിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കുകയും ചെയ്തു. അതേപോലെ ഫിഖ്ഹ്, അഖീദ, തഫ്സീർ, ഹദീസ് എന്നിങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹം പല പണ്ഡിതന്മാരിൽ നിന്നായി പഠനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെ തഫ്സീറും ഹദീസ് ഗ്രന്ഥങ്ങൾ ധാരാളമായി അദ്ദേഹം വായിക്കാറുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുമുള്ള ഈ 2 ആളുടെയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും നിരന്തരമായ പഠനങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ പോയിന്റുകൾ എഴുതി രേഖപ്പെടുത്തുകയും അങ്ങനെ ആഴമേറിയ പഠനം നടത്തിയിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചും ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേര് ലഖബ് ഉപയോഗിക്കാറുണ്ട്. അപാരമായ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഗ്രാഹ്യശക്തിയും നിരന്തരമായ വായനാശീലവുമൊക്കെ ഉള്ള ആളായിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഈ പറയുന്ന 90 വർഷത്തിനിടയിൽ തന്റെ രാജ്യത്ത് മാത്രമല്ല ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്ന കറകളഞ്ഞ ശരിയായ തൗഹീദി വിശ്വാസത്തിന്റെ പ്രകാശം എത്താൻ സാധിച്ചു എന്നത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിൽ ആളുകൾ, മുസ്ലിങ്ങൾ എന്ന് അറിയപ്പെടാത്ത ആളുകൾ പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, ചാണകം ജ്യൂസാക്കി കുടിക്കുന്നവരുണ്ട്, മൂത്രത്തിൽ കുളിക്കുന്നവരുണ്ട്, അത് ഔഷധമാക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ആളുകളുമുണ്ട്. മുസ്ലിങ്ങൾ എന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ അതിന് പകരം അല്ലെ അതേ സ്ഥാനത്ത് ഖബറുകളെ ആരാധിക്കുന്നു, കല്ലുകളെ ആരാധിക്കുന്നു. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ നാട്ടുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് സൈഡിൽ ഒരു കല്ല് കാണും. കല്ല് ഒരു കുത്തനെ വെച്ച കല്ലാണ്. നാട്ടുകല്ല് എന്നാണ് ആ സ്ഥലം തന്നെ അറിയപ്പെടുന്നത്. ആ കല്ലിനെ പൂജിക്കുന്ന മനുഷ്യന്മാർ
ഇവിടെ കോഴിക്കോട് നിന്ന് കൊണ്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലത്തൊരു വള്ളി, പച്ച കെട്ടിയത് സ്ഥലത്തൊരു വള്ളിയുണ്ട്. ആ വള്ളിയെ ചുറ്റിപ്പറ്റി അവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവിടെ ഒരു മുസ്ലിയാരെയും കാണാം. അങ്ങനെ ബസ്സിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ച വഹയിന്റെ നാട് എന്ന് അറിയപ്പെടുന്ന മക്കയിലടക്കം സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ശിർക്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. മുഹമ്മദ് ബിൻ വഹാബ് വരുന്ന കാലഘട്ടത്തിൽ കല്ലിനെ ആരാധിച്ചവർ, വള്ളിയെ ആരാധിക്കുന്നവർ. നമ്മുടെ നാട്ടിൽ തെങ്ങ് പോലെ സൗദി അറേബ്യയിലെ ഒരു വലിയ ഫലവൃക്ഷമാണ് ഈത്തപ്പന. ഈ പനയെ പോലും ഇവിടെ വള്ളിയെ ആരാധിക്കുന്നു, അവിടെ പനയെ ആരാധിച്ചു. അങ്ങനെ കൊടിയ ശിർക്കിൽ മുങ്ങിക്കടന്ന കഴിഞ്ഞുപോയ സലഫുകളുടെ, അതായത് സഹാബികളുടെയും താബികളുടെയും അതുപോലുള്ള പണ്ഡിതന്മാരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ പേരിൽ ജാറങ്ങൾ കെട്ടിപ്പൊക്കുകയും ഒരുപാട് ഖബറുകൾ ഉയർത്തി ജാറങ്ങളും കെട്ടിടങ്ങളും ഉത്സവങ്ങളുടെയും നേർച്ചകളുടെയും വഴിപാടുകളുടെയും പൂജകളുടെയും അള്ളാഹു അല്ലാത്തവരോടുള്ള ശിർക്കിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്ത ഒരു നാടായിരുന്നു സൗദി അറേബ്യ. ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യ അല്ല ഈ പറയുന്ന ഒരു 200 ചില്ലാനും കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആ ശിർക്കുകളെ മാറ്റി ഒരു ജാറം പോലും ഇല്ലാത്ത, അള്ളാഹു അല്ലാത്ത ഒന്നിനോടും ദുആ ചെയ്യുന്ന ഒരു കേന്ദ്രവുമില്ലാത്ത മക്കം ഫതഹിന്റെ ശേഷം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജസീറത്തുൽ അറബിനെ ശുദ്ധീകരിച്ചതുപോലെ സൗദി അറേബ്യയെ എല്ലാ ശിർക്കിന്റെ കേന്ദ്രങ്ങളും തച്ചുടച്ച് ശുദ്ധീകരിക്കാൻ കാരണക്കാരനായ, അതിന് പണ്ഡിതോചിതമായ നേതൃത്വം നൽകിയ, ഇന്ന് ആലു ഷെയ്ഖിന്റെ കുടുംബം എന്ന് അറിയപ്പെടുന്ന ആ കുടുംബത്തിന്റെ ആ പേരിന് അർഹൻ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ആളുകൾ പലപ്പോഴും പറയും ഏറ്റവും വലിയ കൊടും ഭീകരർ വഹാബികളാണ്, വഹാബി പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ നമുക്ക് കാണാം. അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ടുണ്ട് ഇവിടെ, വഹാബികളുടെ തീവ്രത എന്ന് പറഞ്ഞിട്ട്. അതിന് കുറെ കള്ളക്കണക്കുകളും കള്ളക്കഥകളും ഉണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ജാറങ്ങൾ തച്ചുപൊളിച്ചു, ശിർക്കിന്റെ കേന്ദ്രങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ച് ഔലിയാക്കന്മാരുടെ മർഖദുകൾ അല്ലെങ്കിൽ മസാറുകൾ, മഷ്ഹദുകൾ എന്നൊക്കെ പറയുന്ന കേന്ദ്രങ്ങൾ തച്ചുപൊളിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്, എല്ലാ ശിർക്കിന്റെ കേന്ദ്രങ്ങളും തച്ചുടച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിൽ നടപ്പിലാക്കിയ, ലോകത്തോട് കൽപ്പിച്ച കാര്യം സൗദ് ഭരണകൂടവും ആ ഭരണകൂടത്തിന് ഇൽമിയായ നേതൃത്വം നൽകിയ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും ശ്രമഫലമായി ഉണ്ടായ ഒരു നേട്ടമാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ലോകത്ത് ഏറെ അധിക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അതിന് കാരണം അദ്ദേഹം അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അത്തരം കേന്ദ്രങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെ അതിശക്തമായി എതിർക്കുകയും, എന്താണ് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ഖുറൈശികളടക്കമുള്ള അറബികളുടെ വിശ്വാസം എന്തായിരുന്നു, അവരും ഇക്കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും മുസ്ലിമാണെന്ന് പറയുകയും എന്നാൽ ഖബറുകളെ പൂജിക്കുകയും ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വ്യത്യാസം എന്ന് പറയുന്നതിനേക്കാൾ അവർ തമ്മിലുള്ള സാമ്യം എന്താണ്, എത്രത്തോളം ഈ ആളുകൾ ഖുറൈശികളെ മക്കയിലെ മുശ്രിക്കുകളോട് എത്ര കണ്ട് സാദൃശ്യപ്പെട്ടു നിൽക്കുന്നു, വ്യത്യാസം എന്ന് പറഞ്ഞേക്കാൾ നല്ലത് അതായിരിക്കും, എത്ര കണ്ട് സാദൃശ്യപ്പെട്ട് കിടക്കുന്നു എന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. ഈ പുസ്തകത്തെ പോലെ, ഈ പുസ്തകത്തിന്റെ പേര് കശ്ഫു അശുബുഹാത്ത് എന്നാണ്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. കശഫ എന്ന് പറഞ്ഞാൽ നീക്കുക, വെളിവാക്കുക, മറ നീക്കുക എന്നൊക്കെയാണ്. അപ്പൊ കശ്ഫു ശുബ്ഹാത്ത്, സംശയങ്ങളെ നീക്കൽ, സംശയങ്ങളെ നിവാരണം ചെയ്യൽ. തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല അത് ഇബാദത്താണ് എന്ന് പറയുന്ന ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇതിൽ 10ൽ അധികം വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിനുള്ള മറുപടികളും പ്രാമാണികമായ തെളിവുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ പ്രസിദ്ധമായ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നമുക്കൊക്കെ അറിയാവുന്ന കിതാബു അത്തൗഹീദ്. അതും ചെറിയൊരു ബുക്കാണ്, അധികം പേജൊന്നുമില്ല. പക്ഷേ ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ അതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൗഹീദ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും മദ്രസകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഈ ഗ്രന്ഥം പഠിപ്പിക്കപ്പെടുന്നു. കിതാബു തൗഹീദ്, തൗഹീദിന്റെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ഇബാദത്ത്, എന്താണ് ശിർക്ക് എന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ ഈ പുസ്തകവും ഒരുപാട് ആളുകൾ ഈ പുസ്തകത്തിന് അനുബന്ധം എഴുതുകയും അതുപോലെ തന്നെ അടിക്കുറിപ്പുകൾ രേഖപ്പെടുത്തുകയും ഷർഹ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പല പണ്ഡിതന്മാരും, ഒന്നും രണ്ടൊന്നല്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ പ്രത്യേകിച്ച് ശിർക്കും തൗഹീദും കൂട്ടിക്കുഴക്കപ്പെടുന്ന
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ വഹാബിന്റെ നാട്ടിലുണ്ടായിരുന്ന അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതേ സംശയങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം പഠിക്കുന്നത് നമുക്കുമേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ആമുഖമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഗ്രന്ഥം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനും വിശ്വാസികൾക്ക് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് എഴുതിക്കൊണ്ടാണ്. ഇത് ഞാൻ ഈ മത്തിന് വായിക്കും. അതായത് മത്തിന് എന്നാൽ അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ്, പിന്നെ അതിനെ സംബന്ധിച്ച ചെറിയ വിശദീകരണവും. അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുക എന്നത് വിശുദ്ധ ഖുർആനിനെ മാതൃകയാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഒഴിച്ച് മറ്റെല്ലാ സൂറത്തുകളും ബിസ്മി കൊണ്ട് ആരംഭിച്ചിട്ടുള്ളവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാർക്ക് കത്തെഴുതിയത്, ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥകൾ എഴുതിയത്, അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി എഴുതിയതായി കാണാൻ സാധിക്കും. ഹുദൈബിയ സന്ധിയിൽ സന്ധി വ്യവസ്ഥ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ ഖുറൈശികളുടെ എതിർപ്പ് കാരണത്താൽ അർ-റഹ്മാനിർ റഹീം എന്നത് ഒഴിവാക്കാൻ അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു. ബിസ്മില്ല എന്ന് മാത്രം രേഖപ്പെടുത്തി. ബിസ്മില്ലയിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അപ്പോ ഇത്തരം മാതൃകകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി എഴുതിയ, ബൽക്കീസ് രാജ്ഞി എഴുതിയ കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. അപ്പൊ ഈ മാതൃകകൾ ഖുർആനിന്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ നടത്തുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ, നാമത്തിൽ ഞാൻ എഴുതുന്നു. ഇവിടെ ഇപ്പൊ എഴുത്തായതുകൊണ്ട് ഞാൻ എഴുതുന്നു. എന്താണോ ചെയ്യുന്നത് ആ കാര്യം ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കാം. പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹുവിൻ എന്ന പേരിലേക്ക് ചേർത്തി അതിന്റെ വിശദീകരണം എന്നോളം പറയപ്പെടുന്നവയാണ് മറ്റെല്ലാ പേരുകളും. അപ്പൊ ഏറ്റവും മർമ്മപ്രധാനമായ ഒരുപാട് തവണ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള പദം അള്ളാഹു എന്ന പേരാണ്. അവിടെ ബിസ്മില്ലാ. പിന്നെ അർ-റഹ്മാനി അർ-റഹീം, നമ്മൾ തഫ്സീറൊക്കെ പഠിക്കുന്നുണ്ടാവും. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പറയപ്പെടേണ്ടുന്ന, മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പേരാണ്. കാരണം എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണ്. ദുനിയാവിൽ അവിടെ ജീവികളെന്നോ മനുഷ്യരെന്നോ മനുഷ്യരല്ലാത്തവയെന്നോ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ റഹീം എന്ന പേര് അള്ളാഹുവിന് ഉപയോഗിക്കാം, അള്ളാഹു അല്ലാത്തവർക്ക് ഉപയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആനിൽ റഊഫുൻ റഹീമുൻ എന്ന് ഉപയോഗിച്ചത് കാണാം. റഹീം എന്ന് പറയുമ്പോൾ അർ-റഹീം എന്ന് പറയുമ്പോൾ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗവാസികളായ ആളുകൾക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ. പരലോകത്ത് വേറെ ആർക്കും ഒരു കാരുണ്യമില്ല. ഇവിടെ കാഫറിന് മുസ്ലിങ്ങൾ കിട്ടുന്നതിനേക്കാൾ ചിലപ്പം കാഫറിന് കിട്ടുന്നുണ്ടാവും. മുസ്ലിം പട്ടിണി എടുക്കുമ്പോൾ അള്ളല്ല എന്ന് പറയുന്നാൽ കോടീശ്വരനായി ജീവിക്കുന്നുണ്ടാവും. അത് അള്ളാന്റെ റഹ്മത്താണ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് കൊടുക്കുന്നതാണ്. പരീക്ഷണമാകാം, പല നിലക്കുമാകാം, കൊടുക്കാതിരിക്കുന്നു അങ്ങനെ തന്നെ. എന്നാൽ പരലോകത്ത് ഇവർക്കൊന്നും യാതൊന്നും കിട്ടൂല. സ്വർഗവാസികളായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ആശയം. ഈ എല്ലാം ഇനി പുസ്തകം അദ്ദേഹം തുടങ്ങുകയാണ്. നീ മനസ്സിലാക്കുക. നീ മനസ്സിലാക്കുക എന്നാൽ ഇത് കേൾക്കുന്നവനോടും വായിക്കുന്നവരോടും ഒക്കെ രണ്ടു കൂട്ടരും ഉൾക്കൊള്ളാം. ആരാണോ വായിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, ഈ കാര്യം സംബന്ധിച്ച് നീ ഇത് വെറുതെ വായിച്ചാ പോരാ, വെറുതെ കേട്ടാ പോരാ. ഈ എല്ലാം നീ മനസ്സിലാക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, അനിവാര്യമായ നിലക്ക് മനസ്സിലാക്കുക എന്നതാണ്. ചിലത് ഇൽമ് എന്ന് പറയുന്നത് രണ്ടു തരം. ഒന്ന് അനിവാര്യമായ അറിവ്, അതായത് കൂടുതൽ ഗവേഷണമോ ചിന്തയോ പഠനമോ ആവശ്യമില്ലാതെ സ്വാഭാവികമായി അല്ലെങ്കിൽ അനിവാര്യമായി ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അറിവ്. ഇതുപോലെ തീ ചൂടുണ്ട് എന്നതിന് ലേഖനം വായിക്കുകയോ റിസർച്ച് നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. വെയിലിന് ചൂടുണ്ട്, അതും അങ്ങനെ തന്നെയാണ്. അത് അനിവാര്യമായി കിട്ടുന്ന ഒരു കാര്യം. എന്നാൽ ചിന്തയിലൂടെയും പഠനത്തിലൂടെയും അല്ലെങ്കിൽ വായനയിലൂടെയും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനാണ് നളരിയായ ഇൽമ് എന്ന് പറയുന്നത്. ഒരാള് നമസ്കരിക്കണം. പക്ഷെ നമസ്കരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വുളു വേണം, വലിയ ശുദ്ധിയാകണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് ജന്മനാ കിട്ടുന്നതല്ല, മറിച്ച് അത് വായനയിലൂടെയും പഠനയിലൂടെയും കിട്ടുന്ന കാര്യങ്ങളാണ്. ഏത് നിലക്കാണെങ്കിലും ഈ ഇൽമ് മതത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹുവാണെന്നും അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ലെന്നുമുള്ള അനിവാര്യമായ ഇൽമ്
പഠിക്കണം. അതുകൊണ്ടാണ് വായനക്കാരനോടും കേൾവിക്കാരനോടും ഇഅ്ലം, വെറുതെ കേട്ടാൽ പോരാ, നീ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഇത് ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് നീ മനസ്സിലാക്കണം എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബിയോട് അല്ലാഹു ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്. നബി വന്നതെന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വരുന്ന മുഹമ്മദ് നബി അതറിയാതെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നീ അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം എന്ന് നബിയോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയാനും പഠിപ്പിക്കാനും വന്ന നബിയോട് തന്നെ അള്ളാഹു അത് പഠിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രവാചകനെ പിൻപറ്റുന്ന, വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളായ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കൽ വളരെ അത്യാവശ്യമാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അറിയണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മനസ്സിലാക്കാൻ, അറിയാൻ, പഠിക്കാൻ, പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടവ പ്രാവർത്തികമാക്കുവാനും ഒഴിവാക്കേണ്ട സംഗതികളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാനും എന്ത് കിട്ടണം? അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കേണ്ടതുണ്ട്. ഇത് കേൾവിക്കാർക്കും പഠിക്കുന്ന ആളുകൾക്കും വേണ്ടിയുള്ള ഷെയ്ഖിന്റെ പ്രാർത്ഥനയാണ് എല്ലാ കാലത്തും. ആരൊക്കെ പുസ്തകം വായിക്കുന്നുവോ അപ്പൊ തുടക്കത്തിൽ എന്താ? വായനക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥന, കേൾവിക്കാരൻ റഹിമക്കല്ലാഹ്. ഇത് പഠിക്കാനും പഠിച്ചത് പ്രവർത്തിക്കാനും ഒഴിവാക്കേണ്ടവ ഒഴിവാക്കാനും സൂക്ഷിക്കേണ്ടവ സൂക്ഷിക്കാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്നുള്ള റഹ്മത്ത് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നിനക്കുണ്ടാകട്ടെ. ഇനി ഈ പ്രാർത്ഥനയോട് ശേഷം എന്താണ് നീ മനസ്സിലാക്കേണ്ടത്? അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ് എന്ന കാര്യം നീ മനസ്സിലാക്കണം. ഇതാണ് മർമ്മപ്രധാനമായ വിഷയം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ചില ആളുകൾ അള്ളാഹു സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ചാൽ തൗഹീദായി, അങ്ങനെ അർത്ഥം പറഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹു കഴിവുറ്റവനാണ് എന്ന് വിശ്വസിച്ചാൽ തൗഹീദായി എന്ന് വിശദീകരിച്ചവരുണ്ട്. ഇതൊന്നുമല്ല. ഇപ്പറഞ്ഞ കാര്യമൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അവർ തൗഹീദില്ല, അവർ മുശ്രിക്കുകളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സൃഷ്ടാവാണെന്നോ കഴിവുറ്റവനാണെന്നോ വിശ്വസിച്ചാൽ അതുകൊണ്ട് തൗഹീദാവുകയില്ല. തൗഹീദ് എന്ന് പറയുന്നത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നല്ല, അല്ലെങ്കിൽ അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നല്ല, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണമെന്നുമല്ല, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പൊ ആരാധന, ഇബാദത്ത്, ദുആ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാകുന്നു. അതാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക. അള്ളാഹുവാണ് ആകാശം ഭൂമിയൊക്കെ പഠിച്ച് നമുക്ക് ഭക്ഷണം തരുന്ന അള്ളാഹുവാണ്, മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹുവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തൗഹീദാവില്ല. കാരണം ആ വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ശേഷം വിശദീകരിക്കാം. ഏകദൈവം എന്നല്ല മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവം എന്നത് വേറെയാണ്. ദൈവം ഇവിടെ ആരാധിക്കപ്പെടുന്ന വള്ളിക്ക് ദൈവം എന്നറിയാം, ഖബറിന് ദൈവം എന്നറിയാം, മരത്തിന് ദൈവം എന്നറിയാം. എന്തിനെ ആരാധിക്കുന്നുവോ അതൊക്കെ ദൈവമാണ്. രാമൻ ദൈവമാണ്, കൃഷ്ണൻ ദൈവമാണ്, ഈസാ നബി അവർക്ക് ദൈവമാണ്, മറിയം ദൈവമാണ്. ആരാധിക്കപ്പെടുന്ന കല്ലാണെങ്കിൽ കല്ല് ദൈവമാണ്. ആരാധിക്കപ്പെടുന്ന എന്തിനും ദൈവം എന്ന് മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുന്നു, ഉറുദുവിലാണെങ്കിൽ ഹുദ എന്ന് പറയുന്നു. ഇതൊന്നും അള്ളാഹു എന്നതിന്റെ നേർക്കുനേരെ പരിഭാഷയല്ല. അള്ളാഹു എന്നാൽ യഥാർത്ഥ ആരാധ്യൻ എന്നാണ്. അതിന് അള്ളാഹ് തന്നെ പറയണം. അതുകൊണ്ടാണ് ബൈബിളില്, അറബി ബൈബിളില് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പിതാവ് എന്നല്ല പറയുന്നത്. അറബി ബൈബിളിൽ, മലയാളത്തിൽ ബൈബിളിൽ പിതാവ് എന്ന് പറഞ്ഞെടുത്ത് അറബി ബൈബിളിൽ അള്ളാഹു എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇബാദത്ത് അള്ളാഹുവിനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ഇബാദത്ത്. അപ്പൊ പ്രാർത്ഥന എന്നതാണ് ഇബാദത്ത്. അതിന് വേറെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമല്ല. സാധാരണ ഏത് ആളുകൾക്കും മനസ്സിലാവും. പ്രാർത്ഥനയാണ് ഇബാദത്ത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കഴിയാത്ത ഒരു കാര്യം, നമുക്ക് കിട്ടേണ്ടുന്ന സഹായം, അല്ലെങ്കിൽ നീങ്ങിപ്പോകേണ്ടുന്ന ഒരു ഉപദ്രവമോ വിപത്തോ ഉണ്ടെങ്കിൽ അത് നീങ്ങണം എന്ന് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകും തേട്ടം, ആ തേട്ടമാണ് പ്രാർത്ഥന. അത് പറയണമെന്നില്ല, എഴുതണമെന്നില്ല, പ്രസംഗിക്കണമെന്നില്ല, മനസ്സിലുണ്ടായാൽ മതി. മനസ്സിലുള്ള വിചാരമാണ് പ്രാർത്ഥന. കാരണം ഒരാൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുക, വായ നിറച്ച് വെള്ളമാണ്, ശ്വാസം കിട്ടുന്നില്ല, ഇയാൾ എങ്ങനെ പ്രാർത്ഥിക്കുക? തൊള്ളോണ്ട് പറയണോ? വേണ്ട. ആ ശ്വാസം കിട്ടാത്തപ്പോഴും അയാളുടെ മനസ്സിലൊരു തേട്ടമുണ്ട്, എന്നെ ഈ വെള്ളത്തിൽ നിന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണമേ. അത് അള്ളാഹിനോടാണെങ്കിൽ അള്ളാഹിനോടുള്ള ദുആൻ, വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോടാണെങ്കിൽ ആ സൃഷ്ടിയോടുള്ള ദുആൻ. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നടത്തുന്ന ഒരു സഹായ അഭ്യർത്ഥന അല്ലെങ്കിൽ തേട്ടം, അതാണ് ദുആ. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യം ഇത് സ്വീകരിക്കപ്പെടണം, ഇതുകൊണ്ട് പ്രതിഫലം കിട്ടണം, ഇതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം എന്ന ഒരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു തേട്ടമുണ്ടെങ്കിൽ ആ തേട്ടവും എന്താണ്? അതും ദുആ.
അപ്പൊ നമസ്കരിക്കുമ്പോ നമസ്കാരത്തിൽ ഫാത്തിഹ, പിന്നെ ചില ആയത്തുകളിൽ വരുന്ന പ്രാർത്ഥനകൾ, ഇടയിൽ യുദ്ധത്തിലും അതുപോലെ തന്നെ സുജൂദിലും സ്വലാത്തിലും അതിനുശേഷമുള്ള പ്രാർത്ഥനയിലും ഇതൊക്കെ നേരത്തെ നമസ്കാരത്തിൽ വിശദമായി പഠിച്ചു. അവിടെ ഒക്കെ എന്തുണ്ട്? അള്ളാഹുവിനുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ദുആയാണ്, ആർക്കും തർക്കമല്ല. എന്നാൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നോമ്പാകട്ടെ, ഇതൊക്കെ അതിലൊക്കെ ഒരു തേട്ടമുണ്ട്, ഒരു പ്രാർത്ഥന ഉണ്ടാ, എന്താ? ഒരു ദുആ. ഈ അമല് സ്വീകരിക്കണം, ഇത് എനിക്ക് പ്രതിഫലം നൽകണം, ഇതുകൊണ്ട് എനിക്ക് സ്വർഗം നൽകണം, ഇത് മുഖേന എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകണം. ആ ഒരു പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിലൊക്കെ ഒരു പ്രാർത്ഥന അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതും ഇബാദത്താണ്. അപ്പൊ നേർക്കുനേരെ ചോദ്യം ഉണ്ടെങ്കിലും ശരി, അതല്ല അതിന്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് സ്വീകരിക്കപ്പെടണമെന്നോ രക്ഷ കിട്ടണമെന്നോ ഉപദ്രവം നീങ്ങിപ്പോകണമെന്നോ ഒരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതും ദുആ, തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. അതിന് അറബിയിൽ പണ്ഡിതന്മാര് ദുആഉ മസ്അല എന്നും ദുആഉ ഇബാദ എന്നും രണ്ടായിട്ട് വിശദീകരിക്കാറുണ്ട്. ഒന്ന് നേർക്കുള്ള ചോദ്യങ്ങളാണ്, തരണേ, നീക്കണേ, മാറ്റണേ, ഇതൊന്നുമില്ല. ഒരു ഇബാദത്ത് നമസ്കാരം നിസ്കരിക്കുന്നു, എന്തിനാ? അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ട്. ഇപ്പൊ കൽപ്പിച്ചതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടണം എന്നൊരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിൽ വേറെ പ്രത്യേകിച്ചും ചോദിക്കില്ല. ഇപ്പൊ നോമ്പ് ഒരാള് രാവിലെ സുബ്ഹ് മുതൽ മഗ്രിബ് വരെ നിസ്കാരം ഉണ്ടാവും, അതല്ലാതെ വേറൊന്നും അള്ളാഹിനോട് ചോദിച്ചില്ല വിചാരിക്കുക. നിസ്കരിക്കുന്നത് വേറെ, എന്നാൽ അവിടെ ഒരു ഇബാദത്ത് ഒരു ദുആ ഉണ്ട്. എന്താ? ഈ നോമ്പ് വെറുതെ നോൽക്കല്ല, അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. ഈ നോമ്പ് നോറ്റാലുണ്ടാകുന്ന കുറെ ഗുണങ്ങൾ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തരണമേ എന്നൊരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ട്. അത് ദുആഉ ഇബാദത്താണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന. ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ദുആ ഉൾക്കൊള്ളുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇബാദത്താകുന്നു. അത് ആർക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ സ്വർഗം നൽകണേ, ഹിദായത്ത് തരണേ എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്നെ നീ സ്വർഗത്തിലാക്കണേ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തരണേ എന്ന് നബിയോട് പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾക്കിനി ഹിദായത്ത് തരണേ, ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരണേ എന്ന് അള്ളാഹു അല്ലാത്ത ആരോട് പറഞ്ഞാലും അത് അവരോടുള്ള ദുആ. അപ്പൊ അത് ശിർക്കാവും. അള്ളാഹുവിന് സമർപ്പിച്ചാൽ അത് ഇബാദത്തായി. ഇങ്ങോട്ടാവുമ്പോൾ ശിർക്കാണ്. എന്തുകൊണ്ടാ? ഇബാദത്ത് അള്ളാഹ്ക്കേ പാടുള്ളൂ. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാളോട് നടത്തുന്നു. അതായത് അള്ളാഹുവിനോട് നടത്തേണ്ടത് ദുആ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നു. അപ്പൊ അത് ശിർക്കായി മാറുന്നു. ഈ പറയുന്ന തൗഹീദ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോ പല പ്രസംഗങ്ങളിലായിട്ട് ഞാൻ തന്നെ പഠിത്ത് കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂടുതൽ വിശദീകരിക്കാൻ സമയമല്ല. തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കുകയുള്ളൂ എന്നും മറ്റാർക്കും ഇബാദത്ത് എടുക്കുകയില്ല എന്നും പറയുമ്പോഴാണ് തൗഹീദ് ഉണ്ടാകുന്നത്. ഒരാള് മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ അറബികൾ, അവരെന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം അവർക്ക് തൗഹീദ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് അവർക്കുണ്ടായില്ല. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന കാര്യം അവരിലുണ്ടായിരുന്നു. മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക എന്ന നിഷേധം അത് അവരിലുണ്ടായില്ല. അതുകൊണ്ടാണ് അവർ മുസ്ലിം ആകാത്തത്. അവർ മുശ്രിക്കാണ് എന്ന് ഖുർആനും ഹദീസും പറഞ്ഞത്, നബി അവരോട് യുദ്ധം ചെയ്തത്. അപ്പൊ മുസ്ലിം ആകണമെങ്കിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, അത് മറ്റാർക്കും നൽകുകയില്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ തൗഹീദാവുകയുള്ളൂ. ഒരുപാട് ആയത്തുകൾ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫമൻ യുഅ്മിൻ ബില്ലാഹി വയക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും താഗൂത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവൻ. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്താ? അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കലാണോ? അല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വക്കീലെ മുശ്രിക്കുന്ന വിശ്വാസമുണ്ട്. താഗൂത്തിൽ അവിശ്വസിക്കുക എന്നാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ താഗൂത്താണ്. ആരാധിക്കപ്പെടുന്ന എല്ലാം എന്നാൽ സമ്മതത്തോടു കൂടിയോ കൽപ്പന പ്രകാരമോ അല്ലെങ്കിൽ തൃപ്തിയോടുകൂടിയോ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ താഗൂത്താണ്. ഇപ്പൊ ഇവിടുത്തെ രാമൻ താഗൂത്താണ്, കൃഷ്ണൻ താഗൂത്താണ്. എന്തുകൊണ്ടാണ്? അവര് ആ നിലക്ക് അവരുടെ ഐതിഹ്യങ്ങളും കഥകളും പറയുന്നത് അവർക്ക് ഇബാദത്ത് എടുക്കാനാണ്. ഈസാ നബിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്, മുഹമ്മദ് നബിയോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഈസാ നബി താഗൂത്തല്ല. എന്തുകൊണ്ടാണ്? ഈസാ നബിനെ ആരാധിക്കുന്നു പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ ആരാധിക്കപ്പെടുന്നു. എന്നാൽ എന്നെ ആരാധിക്കണം എന്ന് പറയുകയോ അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എതിർക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ
ഓലക്കെന്താ? താവൂത്താൻ. വിഗ്രഹങ്ങൾ താവൂത്താൻ, പ്രതിമകൾ പ്രതിഷ്ഠകൾ താവൂത്താൻ. അങ്ങനെ അല്ലാഹുവിനല്ലാതെ ആരാധിക്കപ്പെടുന്ന അവരുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ തൃപ്തിയോ അല്ലെങ്കിൽ മൗനസമ്മതത്തോടു കൂടിയോ ഇബാദത്തെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ താവൂത്താകുന്നു. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുകയും താവൂത്തിൽ അവിശ്വസിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ അവിശ്വസിക്കുകയും അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് കൊടുക്കേണ്ടത് എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അവനാണ് പിടിവള്ളി മുറുകെ പിടിച്ചവൻ എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകന്മാരോട്, മുഹമ്മദ് നബിയോട്, വിശ്വാസികളോട് ഒക്കെ ഖുർആൻ നിർദ്ദേശിച്ചത് കാണാം, അള്ളാഹുവിനെ ആരാധിക്കുക. അതോടൊപ്പം തന്നെ എന്ത് പറയും? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാതിരിക്കുക, പങ്കു ചേർക്കാതിരിക്കുക. ഒരുപാട് ആയത്തുകളുണ്ട്, ഇവിടെ സമയക്രമം വിശദീകരിക്കുന്നില്ല. നമ്മൾ സാധാരണ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിനാണ് അറബിയിൽ ഇസ്ബാത്ത് നഫി എന്ന് പറയാം. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തൽ, നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കൽ. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഇസ്ബാത്ത് മാത്രമേ ഉള്ളൂ. മക്കയിലെ അറബികൾക്കും അതേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാം. അതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞെന്താ? അവിടെ ആദ്യം തന്നെ നിഷേധമാണ്, നഫി. ആരാധനക്കർഹനായി ഒരാളുമില്ല, ആരാധനക്കർഹനായി ഒരാളുമില്ല. അപ്പൊ ലോകത്താരും ആരാധിക്കപ്പെടാനില്ല, അടക്കി നിഷേധിച്ചു, നഫി ആദ്യം. പിന്നെ പറയാണെന്ത്? ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അള്ളാഹു ഒഴികെ ആരാധനക്കർഹനായി ദുആ ചെയ്യാൻ പറ്റിയവനായി ആരുമില്ല. അപ്പൊ ആദ്യം നഫി നിഷേധിച്ചു, പിന്നെ സ്ഥാപിച്ചു, അള്ളാഹ് മാത്രമേ ഉള്ളൂ ഇബാദത്തെടുക്കാൻ, ഇബാദത്തിന് പറ്റിയവൻ. തിരിച്ചു പറഞ്ഞ സന്ദർഭം ആയത്തുകൾ കാണാം. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനിൽ മറ്റാരെയും പങ്കു ചേർക്കരുതെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. അപ്പൊ അവിടെ എന്താ? ഒന്നുകിൽ ഇപ്പുറോ അല്ലെങ്കിൽ അപ്പുറമായിട്ട് ഇസ്ബാത്ത് നഫി. അള്ളാഹു അല്ലാത്ത സർവ്വതിനുമുള്ള എല്ലാ ദുആയും നിഷേധിക്കുക, അള്ളാഹുവിന് മാത്രം എന്ന് സ്ഥാപിക്കുക. ഇത് രണ്ടും കൂടിച്ചേരുന്നതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇനി ശേഷം കൂടുതൽ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവും. അപ്പൊ അള്ളാഹുവിനെ ആരാധിച്ചു എന്നതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമ്പോഴേ മുസ്ലിം ആവുകയുള്ളൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുഴുവൻ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ തൗഹീദ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, തൗഹീദുർ റുബൂബിയ്യ, സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംരക്ഷിക്കുക, നിയന്ത്രിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹുവാണ്. അതാണ് ഒരു വശം. അങ്ങനെയുള്ള ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് രണ്ടാമത്തെ വശം, തൗഹീദു അൽ ഉലൂഹിയ്യ. മൂന്നാമത്തത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹുവിനെ പോലെ പേരൊത്തവനോ അള്ളാഹുവിനെ പോലെ ഗുണവിശേഷണങ്ങൾ ഉള്ളവരോ ലോകത്ത് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന, അള്ളാഹുവിനെ പോലെ അറിയുന്ന, അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയും ലോകത്തില്ല. ഇങ്ങനെ മൂന്ന് വശങ്ങൾ കൂടിച്ചേർന്നതാണ് തൗഹീദ് എന്ന് പറയുന്നത്. സൃഷ്ടികർത്താവായി ഒരുത്തനേ ഉള്ളൂ, ആരാധനക്കർഹനായി ഒരുവനേ ഉള്ളൂ, മറ്റാർക്കും തുല്യതയില്ലാത്തവനായും അള്ളാഹുവേ ഉള്ളൂ. ചുരുക്കത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ കൂടിച്ചേരണം. ഇത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. വഹുവ ദീനുർ റുസുൽ അല്ലദീ അർസലഹുമുല്ലാഹു ബിഹി ഇലാ ഇബാദിഹി. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നതാണ് എല്ലാ റസൂലുമാരുടെയും ദീൻ. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അവന്റെ അടിമകളിലേക്ക് റസൂലുമാരെ നിയോഗിച്ചത്. ഇതാണ് അടുത്ത വാചകം. എല്ലാ റസൂലുമാരുടെയും ദീൻ എന്താണ്? അതാണെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്ത് അല്ലെങ്കിൽ ദുആ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് എല്ലാ നബിമാരും പഠിപ്പിച്ച ദീൻ. അപ്പൊ മുഹമ്മദ് നബി കൊണ്ടുവന്ന മതം ഇസ്ലാം, ഈസാ നബി കൊണ്ടുവന്ന മതം ക്രിസ്തു മതം, മൂസാ നബി കൊണ്ടുവന്നത് ജൂതമതം അല്ല, എല്ലാ നബിമാരും കൊണ്ടുവന്നത് ഇസ്ലാം മതമാണ്. കാരണം എല്ലാവരും പ്രബോധനം ചെയ്ത കാര്യം ഒന്നാണ്. അതെന്താ? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരുടെയും റസൂലുമാരുടെയും ദീൻ എന്ന് പറയുന്നത് ഒരേ ഒരു സംഗതിയാണ്. അതെന്താ? അത് തൗഹീദാണ്. തൗഹീദനാൽ വഹദ യുവഹിദു തൗഹീദ്, ഏകനാക്കുക എന്നാണ്. ആരാധനക്കർഹൻ ഒരുത്തനേ ഉള്ളൂ എന്ന് പറയുക, അതാണ് തൗഹീദ്, ഏകനാക്കൽ. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ഈ കാര്യം നമുക്ക് കാണാം. സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. തീർച്ചയായും നാം എല്ലാ സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനാണ് അയച്ചത്? അൻ ഇഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാൻ. ഇത് നേരത്തെ പറഞ്ഞ ഇസ്ബാത്തുൻ നഫിയും
ആരാധിക്കലും. ഇതിപ്പോ എന്താ? അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, ഇസ്ബാത്താണ്, സ്ഥാപിക്കാൻ. പിന്നെ അതിന്റെ നിഷേധിക്കൽ അതെന്താ? വജ്തനിബു താഗൂത്ത, എല്ലാ താഗൂത്തുകളെയും പിടിയണം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും പിടിയണം എന്ന് പറഞ്ഞാൽ അതുമായി ഒരു ബന്ധവും പാടില്ല, അവർക്ക് ദുആ ചെയ്യാൻ പാടില്ല. ഇത് പഠിപ്പിക്കാനാകുന്നു എല്ലാ ഉമ്മത്തിലേക്കും നബിമാരെ അയച്ചത്. അപ്പൊ എന്തായി? മുഹമ്മദ് നബി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും വന്നത് ഇത് പഠിപ്പിക്കാനാണ്. ഒരു നബിയും അല്ലെങ്കിൽ ഒരു നബിയെയും ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരാളുണ്ട് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു അയച്ചിട്ടില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സൃഷ്ടാവ് ആയ ഒരാളുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു നബിയെയും ഒരു റസൂലിനെയും അള്ളാഹു അയച്ചിട്ടില്ല. എന്താ തെളിവ്? ഈ ഓതിയായി തന്നെ നിനക്ക് മുമ്പ് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചത് എന്തിനാണ്? അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടതെന്നും താഗൂത്തുകളെ വെടിയണമെന്നും പഠിപ്പിക്കാനാകുന്നു. സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്ത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലി ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റാരുമില്ലെന്നും അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും വഹി നൽകിയിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. നിനക്ക് മുമ്പ് തന്നെ വരണ മുഹമ്മദ് നബിനോട്. മുഹമ്മദ് നബിന്റെ മുമ്പ് വന്നുപോയ ഏതൊക്കെ റസൂലുമാരുണ്ടോ അവരെ ഒക്കെ അയച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല. അപ്പൊ മറ്റാരുമില്ല നബിയെ, ഞാൻ മാത്രമേ ഉള്ളൂ, അത് ഇസ്ബാത്ത്. അതുകൊണ്ട് ഫഅബ്ദൂൻ, വേറെ ആരെയുമല്ല, എന്നെ നിങ്ങൾ ആരാധിക്കണം. ഇത് പഠിപ്പിക്കാനാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിലാണ് മക്കയിലെ അറബികൾക്ക് വഴികേട് സംഭവിച്ചത്. അതിന്റെ പേരിലാണ് മക്കയിലെ അറബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത്. കാരണം അള്ളാഹു ഇല്ലെന്നോ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതില്ലെന്നോ മക്കയിലെ ഖുറൈശികൾക്കോ അറബികൾക്കോ വാദമുണ്ടായിരുന്നില്ല. പിന്നെന്താണ്? അള്ളാഹുവിനെയും ആരാധിക്കാം, അള്ളാഹു അല്ലാത്തവരോടും ആരാധനയാകാം. ചെറിയ പ്രശ്നമുള്ളൂ. അങ്ങനെ നോക്കുമ്പോ അള്ളണ്ട്, അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, എന്നാൽ അള്ള മാത്രമല്ല വേറെ ഇങ്ങനെ ഔലിയാക്കന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടും, ഓരോടും പറയാം, കുറച്ചിങ്ങോട്ടും കുറച്ചങ്ങോട്ടും, അങ്ങനത്തെ ചെറിയൊരു പങ്കുവെക്കൽ. അപ്പൊ ഈ ഒരു തൗഹീദ് പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചു, ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാരിൽ നമ്മൾ നബി എന്ന് പറയുമ്പോൾ അറബിയിൽ പറയുന്ന നബി എന്നതിന്റെ നബി എന്നതിനാണ് നമ്മൾ പ്രവാചകൻ എന്ന് മലയാളത്തിൽ പറയാം. റസൂൽ എന്ന് പറയുന്നതിന് മലയാളത്തിൽ എന്താ പറയാ? ദൂതൻ. രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അവ്വലുഹും നൂഹുൻ അലൈഹിസ്സലാം. നേരത്തെ പറഞ്ഞ എന്താ? എല്ലാ റസൂലുമാരെയും അള്ളാഹു അയച്ചത് അവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. ആ റസൂലുമാരിൽ ഒന്നാമത്തവൻ നൂഹാകുന്നു. അപ്പൊ ആദം നബി എന്റെ മുമ്പുണ്ട്. ആദം റസൂലല്ല, ആദം നബിയാണ് എന്നാണ് പല ഹദീസുകളുടെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആദം നബിയാണ്. ഒന്നാമത്തെ റസൂലാരാണ്? അത് നൂഹ് നബിയാണ്. അതാണ് ഇവിടെയും പറയുന്നത്. അവ്വലുഹും നൂഹുൻ, ദൂതന്മാരിൽ റസൂലുമാരിൽ ഒന്നാമത്തവൻ നൂഹാകുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ഹദീസുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ ആദം നബി കഴിഞ്ഞാൽ പിന്നെ വന്നത് ഇദ്രീസ് ആണെന്നും ഒന്നാമത്തെ റസൂൽ ഇദ്രീസാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം ശരിയല്ല എന്നാണ് ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ റസൂൽ നൂഹാണ്. ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 163-ാമത്തെ ആയത്തിൽ ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വൻ നബിയ്യീന മിൻ ബഅദിഹി, തീർച്ചയായും മുഹമ്മദെ നിനക്ക് നാം വഹി നൽകിയിരിക്കുന്നു, നൂഹിന് വഹി കൊടുത്തതുപോലെ നൂഹിന് ശേഷം മറ്റ് നബിമാർക്കും വഹി കൊടുത്തതുപോലെ. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന ആരെ കുറിച്ചാണ്? നൂഹിനെ കുറിച്ചാണ്. അപ്പൊ നൂഹാണ് ഒന്നാമത്തെ റസൂൽ എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചാണ്. ഇനി അതിന്റെ പുറമെ ഇത് വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ പരലോകത്ത് മഹ്ശറയിൽ വിചാരണ നടക്കാതെ അങ്ങനെ കുറെ കാലം നിൽക്കുന്ന സമയമുണ്ടല്ലോ, വേർപ്പിൽ മുങ്ങി കുളിച്ചിട്ട്. അപ്പോ ആളുകൾ ഇതൊന്ന് തീരുമാനമായി കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ ചെല്ലും? ആദം നബിയെ സമീപിക്കും. ആദം നബിയെ സമീപിക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നയിച്ച് പ്രാർത്ഥിക്കാൻ ആദം നബി തയ്യാറാവില്ല. അതിന് ആദം നബി പഴം പറിച്ചു തിന്ന കുറ്റങ്ങളൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പറയാൻ നല്ലത് നൂഹിന്റെ അടുക്കൽ പോകലാണ്. നൂഹ് ഒന്നാമതായി അള്ളാഹു നിയോഗിച്ച റസൂലാകുന്നു എന്നാര് പറയുന്നത്? ആദം നബി അതിന്റെ മുമ്പ് മരിച്ചില്ലേ? ആദം നബിക്ക് അറിയോ അങ്ങനെ നൂഹ് വന്നിട്ടുണ്ട്? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നൂഹാണ് ഒന്നാമത് അള്ളാഹു നിയോഗിച്ച റസൂൽ, അതുകൊണ്ട് നൂഹിന്റെ അടുക്കൽ ചെല്ലൂ
ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി വേറെ റിപ്പോർട്ട് കാണാം 3340 നമ്പർ ഹദീസിൽ ആളുകൾ രണ്ടാമത് നൂഹ് നബി സമീപിക്കും. എന്തെങ്കിലും തീരുമാനമൊക്കെ അള്ളാഹ് നിങ്ങളും പ്രാർത്ഥിക്കും, നിങ്ങൾ അങ്ങനല്ല എങ്ങനല്ല എന്നിട്ട് അതുപോലെ ആദം നബിയോട് പറഞ്ഞിട്ടുണ്ട്. ആ നൂഹ് നബി സംബന്ധിച്ച് കുറെ വിശേഷങ്ങൾ പറയും. അവിടെയും കാണാം യാ നൂഹ്, ജനങ്ങള് നൂഹിനടുത്തത് വല്ലയോ നൂഹെ അന്ത അവ്വലു റുസുലി ഇലൽ അർദ്, ഭൂമിയിലേക്ക് അയക്കപ്പെട്ട റസൂലുമാരിൽ ഒന്നാമത്തവൻ നിങ്ങളാണല്ലോ എന്ന് ജനങ്ങൾ നൂഹ് നബിയോട് പറയും. അപ്പൊ ഈ രണ്ട് ഹദീസുകളും വേറെയും ഹദീസുകളുണ്ട്. ഇതൊക്കെ ഒന്നാമത്തെ റസൂല് നൂഹ് നബിയാണ്. ആ ഒന്നാമത്തെ റസൂലിനെ അള്ളാഹു അയച്ചത് എന്തിനാണ്? ആ കാലഘട്ടത്തിൽ ശിർക്ക് വന്നു, അതുകൊണ്ട് അവരെ അത് തിരുത്തി തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അടുത്ത വാചകം അർസലഹുല്ലാഹ്, നൂഹിനെ അള്ളാഹു അയച്ചു ഇലാ ഖൗമിഹി, നൂഹ് നബിയുടെ ജനതയിലേക്ക്. ലമ്മാ ഖലൗ, എപ്പോഴയച്ചത്? അവർ അതിരുവിട്ടപ്പോൾ ഫിസ്വാലിഹീന, സ്വാലിഹീങ്ങളായ ആളുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കളെ കാര്യത്തിൽ നൂഹ് നബിന്റെ കാലത്തെ ജനങ്ങൾ അതിര് കവിഞ്ഞപ്പോൾ തിരുത്താൻ വേണ്ടി നൂഹിനെ അള്ളാഹു അയച്ചു. എന്താണ് ഈ അതിര് കവിയൽ? ഇത് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേരത്തെ സൂചിപ്പിച്ച കിതാബു തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആദമിന്റെ മക്കൾ കുഫറിൽ അകപ്പെടാനുള്ള കാരണവും അവർ അവരുടെ ദീനിനെ, ഇസ്ലാം ദീനിനെ ഉപേക്ഷിക്കാനുള്ള കാരണവും സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞതാണ്. സ്വാലിഹീങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ, ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അവരോട് ദുആ ചെയ്യുക എന്ന ഇബാദത്തിലേക്ക് പോയാൽ, ഖബർ കെട്ടിപ്പൊക്കിയാൽ, ഖബർ ഉണ്ടാകണം, ഒരു ചാണ് ഉയർത്തണം, അതിന്റെ അപ്പുറം കെട്ടിപ്പൊക്കാൻ പാടില്ല, അങ്ങനെ പരിധിക്കപ്പുറത്തേക്ക് പോയി, അങ്ങനെ അവർ ശിർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ നൂഹ് നബിന്റെ മുമ്പേ സംഭവിച്ചു. അത് തിരുത്താൻ വേണ്ടിയാണ് നൂഹ് നബിയെ അള്ളാഹു റസൂലായി അയച്ചത്. ഇനി ഇവിടെ സ്വാലിഹീങ്ങൾ എന്നാ പറഞ്ഞത് ഏതെങ്കിലും കല്ലിനെ മരത്തെ ആരാധിച്ചവരല്ല, ഔലിയാക്കന്മാരെ. ഈ ഔലിയാക്കന്മാരാരാ? ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആ ഔലിയാക്കന്മാരാരാണ്? വദ്ദൻ വസുവാഅൻ വയഗൂത വയഊഖ വനസ്ര. ഇത് ഖുർആനിൽ പറഞ്ഞ, ഖുർആനിൽ തന്നെ സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ വദ്ദ് സുവാഴ് യഗൂത്ത് യഊഖ് നസ്ർ എന്ന് പറയുന്ന 5 ആളുകളുടെ പേരുകൾ പറഞ്ഞു. ഇത് കല്ലല്ല, മരമല്ല, വിഗ്രഹമല്ല, പ്രതിഷ്ഠയല്ല, കാഫിരീങ്ങളല്ല. പിന്നാരാ? ഇവർ സ്വാലിഹീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഔലിയാക്കന്മാരായിരുന്നു. ഈ ഔലിയാക്കന്മാരുടെ രൂപങ്ങൾ അവർ ഇരുന്നിടത്ത് അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ സ്ഥാനങ്ങളിൽ ഉണ്ടാക്കി വെക്കുകയും ആ ഉണ്ടാക്കിയ ആളുകൾ മരിച്ചുപോയപ്പോൾ ഇതെന്തിനുണ്ടാക്കി വെച്ചതാണ്? ഓർമ്മിക്കാൻ ഉണ്ടാക്കി വെച്ചതാണ്. അതറിയാത്ത പിന്നീട് വന്ന ആളുകൾ അവരോട് ദുആ ചെയ്യാൻ തുടങ്ങി എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചത് കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും കല്ലിനെയും മരങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചാലേ ശിർക്കാവുള്ളൂ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, സമദിയത്ത് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. അതൊന്നുമല്ല. ഈ പറഞ്ഞ ആളുകളാരാ? നൂഹ് നബിന്റെ കാലത്തുണ്ടായത് ജനങ്ങൾ പിഴച്ചത് കല്ലിനെയോ മരത്തിനെയോ ആരാധിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇമാം ബുഖാരി ധരിച്ച ഹദീസ് കാണാൻ ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞത് സ്വാലിഹീൻ, നല്ലവരായ മനുഷ്യന്മാരുടെ പേരുകളാകുന്നു വദ്ദ് സുവാഅ് യഗൂത്ത് യഊഖ് നസ്ർ. ഏതുപോലെ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നു. അബ്ദുൽ ഖാദർ ജീലാനി അംബലി മദ്ഹബുകാരനാണ്, ഫഖീഹ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, അതുപോലെ തൗഹീദ് പഠിപ്പിച്ച മനുഷ്യനാണ്. അയാളെ പേരിൽ കഥ എഴുതി ഉണ്ടാക്കിയതാണ്. ബദരീങ്ങൾ ആരാ? അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത ആളുകളാണ് ബദരീങ്ങൾ. ശിർക്കിനെതിരിൽ തൗഹീദിന് വേണ്ടി ആ ആളുകളെ ഇപ്പം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, സ്വാലിഹീങ്ങളാണ്. അപ്പൊ അവരെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. ഇതുപോലെ വദ്ദ് സുവാഅ് യഗൂത്ത് യഊഖ് എന്നിവരുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. ഇനി വദ്ദ് സുവാഅ് യഗൂത്ത് യഊഖ് നസ്ർ എന്ന് പറയുന്ന ഈ ആരാധിക്കപ്പെട്ട സ്വാലിഹീങ്ങൾ നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ളവരാണോ അല്ല നൂഹ് നബിന്റെ മുമ്പ് മരിച്ചുപോയവരാണോ? അതിൽ 2 അഭിപ്രായങ്ങൾ. ഇബ്നു അബ്ബാസിന്റെ വിശദീകരണമായി ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വാചകത്തിൽ നൂഹ് നബിയുടെ ജനതയിലുള്ള ആളുകളായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ അഭിപ്രായം ശരിയല്ല. ഷെയ്ഖ് ഉസൈമീൻ തന്നെ പറഞ്ഞത് കാണാം. കാരണം എന്താ? ഖുർആനിൽ സൂറത്ത് നൂഹിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചു നോക്കിയാൽ കാണാം. നൂഹ് നബി വന്നു, ജനങ്ങളെ പരസ്യമായും രഹസ്യമായും ഒക്കെ ക്ഷണിച്ചു, അവരെ എതിർക്കാൻ തുടങ്ങി. അപ്പോ അവരുടെ പ്രതികരണം എന്താ? ലാ തദറുന്ന ആലിഹത്തക്കും വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്ര എന്ന് പറയുന്ന ആയത്ത് അവിടെ 21, 23 ആയത്ത് വരുന്നുണ്ട് സൂറത്ത് നൂഹിൽ. അപ്പോ ഷെയ്ഖ് ഉസൈമീൻ വിഷയത്തിൽ പറഞ്ഞു കാണാം, ഈ ആയത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും നൂഹ് നബി വരുന്നതിന്റെ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ സാലിഹീങ്ങളാണ്. ആ സാലിഹീങ്ങളെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. അത് തിരുത്താൻ വേണ്ടിയാണ് ആര് വന്നത്? നൂഹ് നബി വന്നത്. അപ്പൊ 2 അഭിപ്രായങ്ങൾ നിശ്ചയിക്കാം. നൂഹ് നബി ജനതയിൽപ്പെട്ട ആൾക്കാരാണോ അതിന്റെ മുമ്പുള്ളവരാണോ? മുമ്പുള്ളവരാണ് എന്നതാണ് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഷെയ്ഖ് ഉസൈമീനെ പോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആഖിറുർ റസൂലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബിയിൽ തുടങ്ങി റസൂലുമാരിൽ അവസാനത്തവൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി ശേഷം ഇനി ഒരു നബി വരാൻ
വരാനില്ല, ഇനി റസൂലും വരാനില്ല. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ വഹാത്തമൻ നബിയീൻ എന്ന് മുഹമ്മദിനെ കുറിച്ച് നബിമാരിൽ അവസാനത്തവൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം ഇനി ഒരു നബി വരാനില്ല എന്നുണ്ട്. അപ്പൊ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഖാദിയാനി മതക്കാർ വിശ്വസിക്കുന്ന മിർസാ ഗുലാം നബിയും അല്ല റസൂലും അല്ല. കാരണം ഖുർആനും ഹദീസിനും എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഖാദിയാനികൾ കാഫറുകളാണ് എന്ന് ലോകത്തുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി സംശയം ഉണ്ടാവും, ലോകാവസാനം ഈസാ നബി വരും, ഖിയാമത്ത് മുമ്പ് ആര് വരും? ഈസാ നബി വരും, കുരിശ് തകർക്കും, പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈസാ നബി വരുമ്പോ എനിക്ക് ശരി നബി ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഈസാ നബി വരുന്നതോ? അതിനെന്തർത്ഥം? ഈസാ നബി പുതിയ ഒരു ശരീഅത്തുമായി ഇവിടെ വരുന്ന ആളല്ല. ഈസാ നബി പോലും എന്താണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? മുഹമ്മദ് നബി കൊണ്ടുവന്ന ശരീഅത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പം ഈസാ നബി രണ്ടാമത് വരും എന്നല്ലാതെ അതൊരു പുതിയ നബിയോ പുതിയ റസൂലോ അല്ല, പുതിയൊരു ശരീഅത്തുമായി വരുന്നില്ല. ഇസ്ലാം ദീൻ തന്നെ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആലു ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ നിന്നും അക്കാര്യം ബോധ്യപ്പെടും. വഹുവല്ലദീ കസ്സറ സൂറ ഹൗലാഇ സ്വാലിഹീൻ അർസലഹുല്ലാഹു ഇലാ ഉനാസിൻ യതഅബ്ബദൂന വയഹുജ്ജൂന വയതസദ്ദഖൂന വയദ്കുറൂനല്ലാഹ കതീറ. വഹുവല്ലദീ കസ്സറ സൂറ ഹൗല. അപ്പൊ ഒന്നാമത്തെ റസൂൽ നൂഹിനെ അള്ളാഹു തൗഹീദ് പഠിപ്പിക്കാൻ, അള്ളാഹിനെ ആരാധിക്കാൻ പാടുള്ളൂ, അക്കാര്യം പറയാൻ വേണ്ടി അയക്കപ്പെട്ട അവസാനത്തെ റസൂലാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി പഠിപ്പിച്ചതും നൂഹ് നബി പഠിപ്പിച്ച അതേ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുആ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയവും അധികാരവും ഒക്കെ ഉണ്ടായപ്പോ എന്ത് ചെയ്തു? കസ്സറ സൂറ ഹൗലാഇ സ്വാലിഹീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട സാലിഹീങ്ങളുടെ, അതായത് ഔലിയാക്കന്മാരുടെ രൂപങ്ങളെ അടിച്ചു പൊട്ടിച്ചു മുഹമ്മദ് നബി. അതേതാ സംഭവം? മക്കം ഫത്ഹ്, ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ഹ്, മക്ക വിജയിച്ചടക്കി, മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. കഅബാലയത്തിന്റെ ചുറ്റിലും ഉള്ളിലുമൊക്കെയായി 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അടക്കം ഇവിടെ അമ്പലത്തിൽ പോയാൽ കാണുന്ന വിഗ്രഹം പോലെ, പ്രതിഷ്ഠ പോലെ മഹാന്മാരായ ആളുകളുടെ രൂപങ്ങൾ, ബിംബങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കി വെച്ച് 360 എണ്ണം ഉണ്ടായിരുന്നതാണ്. ഈ 60 എണ്ണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കുത്തി വീഴ്ത്തുകയും അതിനെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് എന്നും ഹദീസ് കാണാം. അപ്പൊ നബിക്ക് അധികാരം കിട്ടിയപ്പോൾ തന്റെ നാട്ടിലെ ശിർക്കിന്റെ കേന്ദ്രങ്ങളെ തച്ചുടക്കാൻ തുടങ്ങി. അത് മുതൽക്ക് അങ്ങോട്ട് പിന്നെ തുടങ്ങാൻ ലാത്ത, ഉസ്സ, മനാത്ത, ദുൽ ഖലസ, അങ്ങനെ ഒരുപാട് ബിംബങ്ങളും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മഖബറകൾ, ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അടിച്ചു തകർത്തു. അതാണ് അതിനെ തച്ചുടച്ചവൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ആരിലേക്കാണ്? എല്ലാ നബിമാരെയും അല്ലാഹു അയച്ചത് എന്തിനാണ്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ മക്കയിലെ ഖുറൈശികളിലേക്കും അല്ലെങ്കിൽ മക്കയിലേക്കെന്നാൽ മക്കയിലാണ് ആദ്യ നബി വരുന്നത്. ലോകത്ത് ഒന്നാകെയാണ്, മക്കയിലാണ് അയക്കപ്പെട്ടത്. മക്കക്കാരനായതുകൊണ്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനല്ല. കാരണം അതോൽക്കറിയാം, അതോൽക്ക് വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാണ് അയച്ചത്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് പറയുമ്പോൾ സത്യം മനസ്സിലാക്കണം. അർസലഹുല്ലാഹു, അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചു ഇലാ ഉനാസിൻ, ചില ജനങ്ങളിലേക്ക്. ആരാണ് ആ ജനങ്ങൾ? യതഅബ്ബദൂന, ഇബാദത്തെടുക്കുന്ന മനുഷ്യന്മാർ. ആർക്ക്? അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നു, അല്ലാത്തവർക്കുണ്ട്. വയഹുജ്ജൂന, ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് ചെയ്തത് ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ അല്ല, ആർക്കാ? അള്ളാഹുവിന്. വയതസദ്ദഖൂന, സദഖ ചെയ്യുകയും ചെയ്യുന്ന. വയദ്കുറൂനല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി. ചില കോപ്പിയിൽ കതീറെന്നില്ല, ചില കോപ്പിയിൽ കതീറെന്നുണ്ട്. അപ്പൊ എന്താണ്? യദ്കുറൂനല്ലാഹ, അള്ളാഹുവിനെ ഓർക്കുന്ന. ഇനി അല്ലെങ്കിൽ യദ്കുറൂനല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി. കാരണം പലപ്പോഴും അവർ അള്ളാഹിനെ ഓർക്കുന്നുണ്ട്, പലപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഇബാദത്തെടുക്കുന്ന അറബികളായ ആളുകളിലേക്കാണ് അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചത്. അപ്പൊ ബൽക്കി ഇബാദത്തൊക്കെ ഉണ്ടൊക്കെ പിന്നെ എന്തിനാ നബിനെ അയച്ചത്? ഇവര് ചെയ്യുന്ന ഇബാദത്തൊന്നും യഥാർത്ഥ ഇബാദത്തല്ല. ഹജ്ജ് ശരിയായിട്ടില്ല, അവരുടെ ഇബാദത്തുകൾ ശരിയായിട്ടില്ല, സദഖ കൂലി കിട്ടുന്നതായിട്ടില്ല. എന്താ കാരണം? ദുആ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന കാര്യം ഉൾക്കൊണ്ട് മുസ്ലിമായ ആളുകളല്ല. ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ, അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന തൗഹീദാണ്. ഇവർക്ക് തൗഹീദ് ഇല്ലാതെയാണ് അവർ നോമ്പോറ്റത്, തൗഹീദ് ഇല്ലാതെയാണ് ഹജ്ജ് ചെയ്യുന്നത്, തൗഹീദ് ഇല്ലാതെയാണ് നമസ്കരിച്ചത്, തൗഹീദ് ഇല്ലാതെയാണ് അള്ളാഹിനെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമലുകളൊക്കെ ബാത്തിലായി പോകും. ഇതൊന്നും യഥാർത്ഥ ഇബാദത്തല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. അപ്പൊ എന്താ വെറുതെ കുറെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ?
ഹജ്ജിന്റെ കാര്യമുണ്ടോ? ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇത് ഈ മക്കയിലെ അറബികൾ ഇബാദത്തെടുത്തതുപോലെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കാര്യം അംഗീകരിക്കാതെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയും അള്ളാഹു അല്ലാത്തവരോടും ദുആ നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമസ്കരിച്ചതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ ദിക്ർ ചൊല്ലിയതുകൊണ്ടോ യദ്കുറൂനല്ലാഹ എന്നല്ല അങ്ങനെയും പറയാലോ. ധാരാളമായി ദിക്റില്ല, ദിക്ർ ഹൽക്ക നടത്തുക, മജ്ലിസുൻ നൂർ നടത്തുക, അതിലൊക്കെ എന്താ വെറുതെ ദിക്റാണ്. ഇതൊക്കെ നടത്തിയിട്ട് എന്താ കാര്യം? അതിൽ വെറുതെ ദിക്റല്ല, നല്ല ദിക്റുണ്ട്, ചീർക്കുന്ന ദിക്റുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നിസ്കരിച്ചാലും ഒരു കാര്യമില്ല. കാരണം എന്താ? അതൊക്കെ ബാത്തിലായി പോയി. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന തൗഹീദ് ഉണ്ടാകണം. അപ്പൊ അതും കൂടി ചെയ്യണം, അള്ളാഹനെ മാത്രം ആരാധിക്കണം, എന്നാലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതൊന്നായിട്ട് നഷ്ടപ്പെട്ടു പോകും എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാണ് എല്ലാ നബിമാരെയും അയച്ചത്, അവസാനത്തെ നബിയെയും അയച്ചത് അതിനുവേണ്ടി തന്നെയാണ്. മക്കയിലെ അറബികളും ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എന്നാൽ അള്ളാഹു അല്ലാത്തവർ ദുആ നടത്തുകയും ചെയ്യുന്ന ആളുകൾ തമ്മിൽ എത്രത്തോളം സാദൃശ്യമുണ്ട്. അതില് മക്കയിലെ അറബികളാണോ കുറച്ചുകൂടി നല്ലത്, അല്ല ഇന്ന് കെലിമ ചൊല്ലി എന്നാ കവറിനെ ആരാധിക്കുന്നവനാണോ ഏറ്റവും മോശം? അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. മക്കയിലെ അറബികളുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ ഇബാദത്ത് എന്തായിരുന്നു, എവിടെയാണോ കുറവ് പറ്റിയത്? ഒറ്റ കാര്യമുള്ള കുറവ്, അള്ളാഹ്ക്ക് മാത്രം കൊടുത്തില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ് പലതും. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പൊ ഈ ഒരു തൗഹീദ് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചു, ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാരിൽ നമ്മൾ നബി എന്ന് പറയുമ്പോൾ അറബിയിൽ പറയുന്ന നബി എന്നതിന്റെ നബി എന്നതിനാണ് നമ്മൾ പ്രവാചകൻ എന്ന് മലയാളത്തിൽ പറയാം. റസൂൽ എന്ന് പറയുന്നതിന് മലയാളത്തിൽ എന്താ പറയാ? ദൂതൻ. രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവ്വലുഹും നൂഹുൻ അലൈഹിസ്സലാം. നേരത്തെ പറഞ്ഞ എന്താ? എല്ലാ റസൂലുമാരെയും അള്ളാഹു അയച്ചത് അവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. ആ റസൂലുമാരിൽ ഒന്നാമത്തവൻ നൂഹാകുന്നു. അപ്പൊ ആദം നബി എന്റെ മുമ്പുണ്ട്. ആദം റസൂലല്ല, ആദം നബിയാണ് എന്നാണ് പല ഹദീസുകളുടെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ആദം നബിയാണ്. ഒന്നാമത്തെ റസൂൽ ആരാണ്? അത് നൂഹ് നബിയാണ്. അതാണ് ഇവിടെയും പറയുന്നത്. അവ്വലുഹും നൂഹുൻ, ദൂതന്മാരിൽ റസൂലുമാരിൽ ഒന്നാമത്തവൻ നൂഹാകുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ഹദീസുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ ആദം നബി കഴിഞ്ഞാൽ പിന്നെ വന്നത് ഇദ്രീസ് ആണെന്നും ഒന്നാമത്തെ റസൂൽ ഇദ്രീസ് ആണ് എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. ആ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം ശരിയല്ല എന്നാണ് ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ റസൂൽ നൂഹാൻ. ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 163 ആയത്തില് ഇന്നാ ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ വൻ നബിയ്യീന മിൻ ബഅദിഹി, തീർച്ചയായും മുഹമ്മദെ നിനക്ക് നാം വഹി നൽകിയിരിക്കുന്നു, നൂഹിന് വഹി കൊടുത്തതുപോലെ നൂഹിന് ശേഷം മറ്റ് നബിമാർക്കും വഹി കൊടുത്തതുപോലെ. അപ്പൊ ഇവിടെ ആദ്യം പറയുന്ന ആരെ കുറിച്ചാ? നൂഹിനെ കുറിച്ചാണ്. അപ്പൊ നൂഹാണ് ഒന്നാമത്തെ റസൂൽ എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചാണ്. ഇനി അതിന്റെ പുറമെ ഇത് വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ പരലോകത്ത് മഹ്ശറയിൽ വിചാരണ നടക്കാതെ അങ്ങനെ കുറെ കാലം നിൽക്കുന്ന സമയമുണ്ടല്ലോ, വേർപ്പിൽ മുങ്ങി കുളിച്ചിട്ട്. അപ്പോ ആളുകൾ ഇതൊന്ന് തീരുമാനമായി കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ ചെല്ലും? ആദ്യം ആദം നബിയെ സമീപിക്കും. ആദം നബിയെ സമീപിക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നയിച്ച് പ്രാർത്ഥിക്കാൻ ആദം നബി തയ്യാറാവില്ല. അതിന് ആദം നബി പഴം പറിച്ചു തിന്ന കുറ്റങ്ങളൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തൂ നൂഹൻ ഫൈന്നഹു അവ്വലു റസൂലിൻ ബഅസഹുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പറയാൻ നല്ലത് നൂഹിന്റെ അടുക്കൽ പോകലാണ്. നൂഹ് ഒന്നാമതായി അള്ളാഹു നിയോഗിച്ച റസൂലാകുന്നു എന്നാര് പറയുന്നു? ആദം നബി അതിന്റെ മുമ്പ് മരിച്ചില്ലേ? ആദം നബിക്ക് അറിയോ അങ്ങനെ നൂഹ് വന്നിട്ടുണ്ട്? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നൂഹാണ് ഒന്നാമത് അള്ളാഹു നിയോഗിച്ച റസൂൽ, അതുകൊണ്ട് നൂഹിന്റെ അടുക്കൽ ചെല്ലൂ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി തന്നെ വേറെ റിപ്പോർട്ട് കാണാം. 3340 നമ്പർ ഹദീസിൽ ആളുകൾ രണ്ടാമത് നൂഹ് നബി സമീപിക്കും, എന്തെങ്കിലും തീരുമാനമൊക്കെ അള്ളാഹുങ്ങളും പ്രാർത്ഥിക്കും, നിങ്ങൾ അങ്ങനല്ല എങ്ങനല്ല എന്നിട്ട് അതുപോലെ ആദം നബിയോട് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി സംബന്ധിച്ച് കുറെ വിശേഷങ്ങൾ പറയും. അവിടെയും കാണാം യാ നൂഹ്, ജനങ്ങള് നൂഹിനടുത്തത് വല്ലയോ നൂഹെ അന്ത അവ്വലു റുസുലി ഇലൽ അർദ്, ഭൂമിയിലേക്ക് അയക്കപ്പെട്ട റസൂലുമാരിൽ ഒന്നാമത്തവൻ നിങ്ങളാണല്ലോ എന്ന് ജനങ്ങൾ നൂഹ് നബിയോട് പറയും. അപ്പൊ ഈ രണ്ട് ഹദീസുകളും വേറെയും ഹദീസുകളുണ്ട്. ഇതിനൊക്കെ ഒന്നാമത്തെ റസൂല് നൂഹ് നബിയാണ്. ആ ഒന്നാമത്തെ റസൂലിനെ അള്ളാഹു അയച്ചത് എന്തിനാണ്? ആ കാലഘട്ടത്തിൽ ശിർക്ക് വന്നു, അതുകൊണ്ട് അവരെ അത് തിരുത്തി തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അടുത്ത വാചകം അർസലഹുല്ലാഹ്, നൂഹിനെ അള്ളാഹു അയച്ചു ഇലാ ഖൗമിഹി, നൂഹ് നബിയുടെ ജനതയിലേക്ക്. ലമ്മാ ഗലൗ, എപ്പോഴാ അയച്ചത്? അവർ അതിരുവിട്ടപ്പോൾ. ഫി സ്വാലിഹീന, സ്വാലിഹീങ്ങളായ ആളുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കളുടെ കാര്യത്തിൽ
നൂഹ് നബിന്റെ കാലത്തെ ജനങ്ങൾ അതിര് കവിഞ്ഞപ്പോൾ തിരുത്താൻ വേണ്ടി നൂഹിനെ അള്ളാഹു അയച്ചു. എന്താണ് ഈ അതിര് കവിയൽ? ഇത് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേരത്തെ സൂചിപ്പിച്ച കിതാബു തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആദമിന്റെ മക്കൾ കുഫറിൽ അകപ്പെടാനുള്ള കാരണവും അവർ അവരുടെ ദീനിനെ ഇസ്ലാം ദീനിനെ ഉപേക്ഷിക്കാനുള്ള കാരണവും സാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞതാണ്. സാലിഹീങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ, ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അവരോട് ദുആ ചെയ്യുക എന്ന ഇബാദത്തിലേക്ക് പോയാൽ, ഖബർ കെട്ടിപ്പൊക്കിയാൽ ഖബർ ഉണ്ടാകണം, ഒരു ചാണ് ഉയർത്തണം, അതിന്റെ അപ്പുറം കെട്ടിപ്പൊക്കാൻ പാടില്ല. അങ്ങനെ പരിധിക്കപ്പുറത്തേക്ക് പോയി. അങ്ങനെ അവർ ശിർക്കിലേക്ക് വന്നു, ശിർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോ, നൂഹ് നബിന്റെ മുമ്പേ സംഭവിച്ചു. അത് തിരുത്താൻ വേണ്ടിയാണ് നൂഹ് നബിയെ അള്ളാഹു റസൂലായി അയച്ചത്. ഇനി ഇവിടെ സ്വാലിഹീങ്ങൾ എന്നാ പറഞ്ഞത്. ഏതെങ്കിലും കല്ലിനെ മരത്തെ ആരാധിച്ചവരല്ല, ഔലിയാക്കന്മാരെ. ഈ ഔലിയാക്കന്മാരാരാ? ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആ ഔലിയാക്കന്മാരാരാണ്? വദ്ദൻ വസുവാൻ വയഹൂത വയഊഖ വനസ്ര. ഇത് ഖുർആനിൽ പറഞ്ഞ, ഖുർആനിൽ തന്നെ സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ വദ്ദ് സുവാഴ് യഹൂത്ത് യഊഖ് നസ്ർ എന്ന് പറയുന്ന 5 ആളുകളുടെ പേരുകൾ പറഞ്ഞു. ഇത് കല്ലല്ല, മരമല്ല, വിഗ്രഹമല്ല, പ്രതിഷ്ഠയല്ല, കാഫിരീങ്ങളല്ല. പിന്നാരാ? ഇവർ സ്വാലിഹീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഔലിയാക്കന്മാരായിരുന്നു. ഈ ഔലിയാക്കന്മാരുടെ രൂപങ്ങൾ അവർ ഇരുന്നിടത്ത് അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ സ്ഥാനങ്ങളിൽ ഉണ്ടാക്കി വെക്കുകയും ആ ഉണ്ടാക്കിയ ആളുകൾ മരിച്ചുപോയപ്പോൾ ഇതെന്തിനുണ്ടാക്കി വെച്ചതാണ്, ഓർമ്മിക്കാൻ ഉണ്ടാക്കി വെച്ചതാണ്, അതറിയാത്ത പിന്നീട് വന്ന ആളുകൾ അവരോട് ദുആ ചെയ്യാനും തുടങ്ങി എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചത് കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും, കല്ലിനെയും മരങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചാലേ ശിർക്കാവുള്ളൂ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, സമദിയത്ത് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. അതൊന്നുമല്ല. ഈ പറഞ്ഞ ആളുകളാരാ? നൂഹ് നബിന്റെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ പിഴച്ചത് കല്ലിനെയോ മരത്തിനെയോ ആരാധിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇമാം ബുഖാരി ധരിച്ച ഹദീസ് കാണാൻ ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞത് ഇസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, നല്ലവരായ മനുഷ്യന്മാരുടെ പേരുകളാകുന്നു വദ്ദ് സുവാഴ് യഹൂത്ത് യഊഖ് നസ്ർ എന്ന്. ഏതുപോലെ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നു. അബ്ദുൽ ഖാദർ ജീലാനി അംബലി മദ്ഹബുകാരനാണ്, ഫഖീഹ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, അതുപോലെ തൗഹീദ് പഠിപ്പിച്ച മനുഷ്യനാണ്. അയാളെ പേരിൽ കഥ എഴുതി ഉണ്ടാക്കിയതാണ്. അതുപോലെ മരിച്ചുപോയ നല്ല മനുഷ്യന്മാരായിരുന്നു ബദരീങ്ങൾ. ആരാ? അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത ആളുകളെ ബദരീങ്ങൾ. ശിർക്കിനെതിരിൽ തൗഹീദിന് വേണ്ടി ആ ആളുകൾ എപ്പം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, സാലിഹീങ്ങളാണ്. അപ്പൊ അവരെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. ഇതുപോലെ വദ്ദ് സുവാഴ് യഹൂത്ത് യഊഖ് എന്നിവരുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. ഇനി വദ്ദ് സുവാഴ് യഹൂത്ത് യഊഖ് നസ്ർ എന്ന് പറയുന്ന ഈ ആരാധിക്കപ്പെട്ട സാലിഹീങ്ങൾ നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ളവരാണോ അല്ല നൂഹ് നബിന്റെ മുമ്പ് മരിച്ചുപോയവരാണോ? അതിൽ 2 അഭിപ്രായങ്ങൾ. ഇബ്നു അബ്ബാസിന്റെ വിശദീകരണമായി ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വാചകത്തിൽ നൂഹ് നബിയുടെ ജനതയിലുള്ള ആളുകളായിരുന്നു എന്നാണുള്ളത്. പക്ഷെ അത് തെറ്റാണ് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ അഭിപ്രായം ശരിയല്ല. ഷെയ്ഖ് ഉസൈമീൻ തന്നെ അത് പറഞ്ഞത് കാണാം. കാരണം എന്താ? ഖുർആനിൽ സൂറത്ത് നൂഹിന്റെ ആദ്യ ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം. നൂഹ് നബി വന്നു, ജനങ്ങളെ പരസ്യമായും രഹസ്യമായും ഒക്കെ ക്ഷണിച്ചു, അവരെ എതിർക്കാൻ തുടങ്ങി. അപ്പോ അവരുടെ പ്രതികരണം എന്താ? ലാ തദറുന്ന ആലിഹത്തക്കും വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്ര എന്ന് പറയുന്ന ആയത്ത് അവിടെ 21, 23 ആയത്ത് വരുന്നുണ്ട് സൂറത്ത് നൂഹിൽ. അപ്പോ ഷെയ്ഖ് ഉസൈമീൻ അത് വിശദീകരിച്ച് പറഞ്ഞു കാണാം. ഈ ആയത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും നൂഹ് നബി വരുന്നതിന്റെ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ സാലിഹീങ്ങളാണ്. ആ സാലിഹീങ്ങളെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. അത് തിരുത്താൻ വേണ്ടിയാണ് ആര് വന്നത്? നൂഹ് നബി വന്നത്. അപ്പൊ 2 അഭിപ്രായങ്ങൾ മനസ്സിലാക്കാം. നൂഹ് നബി ജനതയിൽപ്പെട്ട ആൾക്കാരാണോ അതിന്റെ മുമ്പുള്ളവരാണോ? മുമ്പുള്ളവരാണ് എന്നതാണ് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഷെയ്ഖ് ഉസൈമീനെ പോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആഖിറുർ റസൂലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബിയിൽ തുടങ്ങി റസൂലുമാരിൽ അവസാനത്തവൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി ശേഷം ഇനി ഒരു നബി വരാനില്ല, ഇനി റസൂൽ വരാനില്ല. സൂറത്തുൽ അഹ്സാബിലെ 40 ആയത്തിൽ വഖാതമൻ നബിയീൻ എന്ന് മുഹമ്മദിനെ കുറിച്ച് നബിമാരിൽ അവസാനത്തവൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം ഇനി ഒരു നബി വരാനില്ല എന്നുണ്ട്. അപ്പൊ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഖാദിയാനി മതക്കാർ വിശ്വസിക്കുന്ന മിർസാ ഗുലാം നബിയും അല്ല റസൂലും അല്ല. കാരണം ഖുർആനും ഹദീസിനും എതിരാണത്. അതുകൊണ്ട് തന്നെയാണ് ഖാദിയാനികൾ കാഫറുകളാണ് എന്ന് ലോകത്തുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി സംശയം ഉണ്ടാവും, ലോകാവസാനം ഈസാ നബി വരും, ഖിയാമത്ത് മുമ്പ് ആര് വരും? ഈസാ നബി വരും, കുരിശ് തകർക്കും, പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈസാ നബി വരുമ്പോ എനിക്ക് ശരി നബി ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഈസാ നബി വരുന്നതോ? അതിനെന്താർത്ഥം? ഈസാ നബി പുതിയ ഒരു ശരീഅത്തുമായി ഇവിടെ വരുന്ന ആളല്ല.
ഈസാ നബി പോലും എന്താണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? മുഹമ്മദ് നബി കൊണ്ടുവന്ന ശരീഅത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പം ഈസാ നബി രണ്ടാമത് വരും എന്നല്ലാതെ അതൊരു പുതിയ നബിയോ പുതിയ റസൂലോ അല്ല, പുതിയൊരു ശരീഅത്തുമായി വരുന്നില്ല. ഇസ്ലാം ദീൻ തന്നെ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആലു ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ നിന്നും അക്കാര്യം ബോധ്യപ്പെടും. വഹുവല്ലദീ കസ്സറ സൂറ ഹഉലായി സ്വാലിഹീൻ അർസലഹുല്ലാഹു ഇലാ ഉനാസിൻ യതഅബ്ബദൂന വയഹുജ്ജൂന വയതസദ്ദഖൂന വയദ്കുറൂന അല്ലാഹ കതീറ. വഹുവല്ലദീ കസ്സറ സൂറ ഹഉല. അപ്പൊ ഒന്നാമത്തെ റസൂൽ നൂഹിനെ അള്ളാഹു തൗഹീദ് പഠിപ്പിക്കാൻ, അള്ളാഹിനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അയച്ചു. അക്കാര്യം പറയാൻ വേണ്ടി അയക്കപ്പെട്ട അവസാനത്തെ റസൂലാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി പഠിപ്പിച്ചതും നൂഹ് നബി പഠിപ്പിച്ച അതേ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുആ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയവും അധികാരവും ഒക്കെ ഉണ്ടായപ്പോ എന്ത് ചെയ്തു? കസ്സറ സൂറ ഹഉലായി സ്വാലിഹീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട സ്വാലിഹീങ്ങളുടെ, അതായത് ഔലിയാക്കന്മാരുടെ രൂപങ്ങളെ അടിച്ചു പൊട്ടിച്ചു മുഹമ്മദ് നബി. അതേതാ സംഭവം? മക്കം ഫത്ഹ്, ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ഹ്. മക്ക വിജയിച്ചടക്കി, മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. കഅബാലയത്തിന്റെ ചുറ്റിലും ഉള്ളിലുമൊക്കെയായി 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അടക്കം ഇവിടെ അമ്പലത്തിൽ പോയാൽ കാണുന്ന വിഗ്രഹം പോലെ, പ്രതിഷ്ഠ പോലെ മഹാന്മാരായ ആളുകളുടെ രൂപങ്ങൾ, ബിംബങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കി വെച്ച് 360 എണ്ണം ഉണ്ടായിരുന്നു. ഈ 60 എണ്ണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് കുത്തി വീഴ്ത്തുകയും അതിനെയെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് എന്നും ഹദീസ് കാണാം. അപ്പൊ നബിക്ക് അധികാരം കിട്ടിയപ്പോൾ തന്റെ നാട്ടിലെ ശിർക്കിന്റെ കേന്ദ്രങ്ങളെ തച്ചുടക്കാൻ തുടങ്ങി. അത് മുതൽക്ക് അങ്ങോട്ട് പിന്നെ തുടങ്ങാൻ ലാത്ത, ഉസ്സ, മനാത്ത, ദുൽ ഹലസ, അങ്ങനെ ഒരുപാട് ബിംബങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മഖബറകൾ, ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അടിച്ചു തകർത്തു. അതാണ് അതിനെ തച്ചുടച്ചവൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ആരിലേക്കാണ്? എല്ലാ നബിമാരെയും അള്ളാഹു അയച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ മക്കയിലെ ഖുറൈശികളിലേക്ക്, അല്ലെങ്കിൽ മക്കയിലേക്ക് എന്നാൽ മക്കയിലാണ് ആദ്യ നബി വരുന്നത്. ലോകത്ത് ഒന്നാകെയാണ്, മക്കയിലാണ് അയക്കപ്പെട്ടത്. മക്കക്കാരനായതുകൊണ്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനല്ല. കാരണം അതവൽക്കറിയാം, അതവർക്ക് വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാണ് അയച്ചത്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് പറയുമ്പോൾ സത്യം മനസ്സിലാക്കണം. അർസലഹുല്ലാഹു, അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചു ഇലാ ഉനാസിൻ, ചില ജനങ്ങളിലേക്ക്. ആരാണ് ആ ജനങ്ങൾ? യതഅബ്ബദൂന, ഇബാദത്തെടുക്കുന്ന മനുഷ്യന്മാർ. ആർക്ക്? അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നു, അല്ലാത്തവർക്കുണ്ട്. വയഹുജ്ജൂന, ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് ചെയ്തത് ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ അല്ല. ആർക്കാ? അള്ളാഹുവിന്. വയതസദ്ദഖൂന, സദക്ക ചെയ്യുകയും ചെയ്യുന്ന. വയദ്കുറൂന അല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി. ചില കോപ്പിയിൽ കതീറെന്നില്ല, ചില കോപ്പിയിൽ കതീറെന്നുണ്ട്. അപ്പൊ എന്താണ്? യദ്കുറൂന അല്ലാഹ, അള്ളാഹുവിനെ ഓർക്കുന്ന. ഇനി അല്ലെങ്കിൽ യദ്കുറൂന അല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി. കാരണം പലപ്പോഴും അവർ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, പലപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഇബാദത്തെടുക്കുന്ന അറബികളായ ആളുകളിലേക്കാണ് അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചത്. അപ്പൊ ബൽക്ക് ഇബാദത്തൊക്കെ ഉണ്ടൊക്കെ പിന്നെ എന്തിനാ നബിനെ അയച്ചത്? ഇവര് ചെയ്യുന്ന ഇബാദത്തൊന്നും യഥാർത്ഥ ഇബാദത്തല്ല. ഹജ്ജ് ശരിയായിട്ടില്ല, അവരുടെ ഇബാദത്തുകൾ ശരിയായിട്ടില്ല, സദക്ക കൂലി കിട്ടുന്നതായിട്ടില്ല. എന്താ കാരണം? ദുആ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന കാര്യം ഉൾക്കൊണ്ട് മുസ്ലിമായ ആളുകളല്ല. ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ, അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന തൗഹീദാണ്. ഇവർക്ക് തൗഹീദ് ഇല്ലാതെയാണ് അവർ നോമ്പുവെച്ചത്, തൗഹീദ് ഇല്ലാതെയാണ് ഹജ്ജ് ചെയ്യുന്നത്, തൗഹീദ് ഇല്ലാതെയാണ് നമസ്കരിച്ചത്, തൗഹീദ് ഇല്ലാതെയാണ് അള്ളാഹിനെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമലുകളൊക്കെ ബാത്തിലായി പോകും. ഇതൊന്നും യഥാർത്ഥ ഇബാദത്തല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. അപ്പൊ എന്താ വെറുതെ കുറെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഹജ്ജ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഏത്? ഈ മക്കയിലെ അറബികൾ ഇബാദത്തെടുത്തതുപോലെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കാര്യം അംഗീകരിക്കാതെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയും അള്ളാഹു അല്ലാത്തവരോടും ദുആ നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമസ്കരിച്ചതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ ദിക്ർ ചൊല്ലിയതുകൊണ്ടോ, യദ്കുറൂന അല്ലാഹ എന്നല്ല അങ്ങനെയും പറയാലോ, ധാരാളമായി ദിക്റില്ല, ദിക്ർ ഹൽക്ക നടത്തുക, മജ്ലിസുൻ നൂർ നടത്തുക, അതിലൊക്കെ എന്താ വെറും ദിക്റാണ്. ഇതൊക്കെ നടത്തിയിട്ട് എന്താ കാര്യം? അതിൽ വെറും ദിക്റല്ല,
നല്ല ദിക്റുണ്ട്, ശിർക്കിന്റെ ദിക്റുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നിസ്കരിച്ചാലും ഒരു കാര്യമില്ല. കാരണം എന്താ, അതൊക്കെ ബാത്തിലായി പോയി. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന തൗഹീദ് ഉണ്ടാകണം. അപ്പൊ അതും കൂടി ചെയ്യണം, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, എന്നാലേ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതൊന്നായിട്ട് നഷ്ടപ്പെട്ടു പോകും എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാണ് എല്ലാ നബിമാരെയും അയച്ചത്, അവസാനത്തെ നബിയെയും അയച്ചത് അതിനു വേണ്ടി തന്നെയാണ്. തീർച്ചയായില്ലേ, നമുക്ക് അവിടെ നിർത്താം. ഈ കാര്യം കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ അതും കൂടി ഇന്ന് പറയാൻ വിചാരിച്ച സമയമല്ല. അതായത് ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മക്കയിലെ അറബികളും ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്ത് ദുആ നടത്തുകയും ചെയ്യുന്ന ആളുകൾ തമ്മിൽ എത്രത്തോളം സാദൃശ്യമുണ്ട്. അതില് മക്കയിലെ അറബികളാണോ കുറച്ചുകൂടി നല്ലത്, അല്ല ഇന്ന് കെലിമ ചൊല്ലി എന്നാ കവറിനെ ആരാധിക്കുന്നവനാണോ ഏറ്റവും മോശം? ഇത് കുറെ കാര്യങ്ങളുടെ അടുത്ത് നോട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഞാൻ വീണ്ടും കുറെ ഇരുന്ന് തെരഞ്ഞപ്പോ നേരത്തെ ഒന്നും കാണാത്ത കുറെ കാര്യങ്ങൾ കിട്ടി. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. കുറച്ചൊരു 10-20 മിനിറ്റ് അത് പറയാനുണ്ടാവും. മക്കയിലെ അറബികളുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ ഇബാദത്ത് എന്തായിരുന്നു, എവിടെയാണ് അവർക്ക് കുറവ് പറ്റിയത്? ഒറ്റ കാര്യമുള്ള കുറവ്, അള്ളാഹ്ക്ക് മാത്രം കൊടുത്തില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ് പലതും. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.